വഖീല ലി അബിൽ ഖാസിമി അൽ ജുനൈദി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, മിമ്മൻ ഇസ്തഫത്ത ആദിഹിൽ ഉലൂമ, നിങ്ങൾ എവിടുന്നാണ് ഈ ഇൽമുകളൊക്കെ മനസ്സിലാക്കിയെടുത്തത് എന്ന് ചോദിച്ചു. ഇതാർക്കും കിട്ടാത്തൊരു വിജ്ഞാനമാണ് ഈ മഹാത്ഭുത വിജ്ഞാനങ്ങൾ, അത് എവിടുന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചപ്പോ കാല അബുൽ ഖാസിം ജുനൈദ് തങ്ങൾ പറയുന്നു, മിൻ ജുലൂസി ബൈന യദയില്ലാഹി അസ്സ വജല്ല സലാസീന സന, ഒരു 30 വർഷക്കാലത്തോളം അള്ളാനെ ധ്യാനിച്ചുകൊണ്ട് അള്ളാന്റെ മുന്നിൽ തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നു. 30 വർഷം അങ്ങനെ ഇരുന്നപ്പോ കിട്ടി വിജ്ഞാനമാണ് ഇത്. എവിടെ ഇരുന്ന താഴ്ത്ത തിൽക്ക ദറജത്തി, അതാ ആ ദറജയുടെ പടിയുടെ ചോട്ടിൽ നിന്നു. ഇവിടെ വാശാറ മഹാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുമില്ല, ദറജത്തിൻ വിദാരി, തന്റെ വീട്ടിലുള്ള ഒരു പടിയുണ്ട്, ആ പടിന്റെ അവിടെ ചൂണ്ടിയിട്ട് പറഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് 30 വർഷക്കാലത്തോളം ഞാൻ അള്ളാന്റെ മുന്നിൽ തന്നെ ധ്യാനിച്ചിരുന്നു. അങ്ങനെ കിട്ടിയ വിജ്ഞാനമാണ് ഈ വിജ്ഞാനം എന്ന് മഹാൻ പറഞ്ഞു. വഖാല റളിയല്ലാഹു അൻഹു, അബുൽ ഖാസിം തങ്ങൾ പറയാണ്, ലൗ അലിംതു അന്ന ലില്ലാഹി തബാറക വ തആല ഇൽമൻ തഹത അദീമിസ് സമായി, ആകാശ ലോകത്തിന്റെ അടിഭാഗത്ത് ഒരു വിജ്ഞാനം, ആ വിജ്ഞാനം അല്ലാഹു തആല കൊണ്ട് അഷ്റഫ ഉന്നതമായ വിജ്ഞാനം, മിൻ ഹാദിൽ ഇൽമി അല്ലദീ നതകല്ലമു ഫീഹി മാ അസ്ഹാബിനാ വ ഇഖ്വാനിനാ, നമ്മുടെ സഹോദരന്മാരോടും നമ്മുടെ കൂട്ടുകാരോടൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിജ്ഞാനം ഉണ്ടല്ലോ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വല്ല വിജ്ഞാനം ആകാശത്തിന്റെ ചോട്ടിൽ അല്ലാഹ്ക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അല്ല സഹായിത്തു ഇലൈഹി, അതിലേക്ക് ഞാൻ വേഗം വളരെ ഒതുക്കും, അത് ഞാൻ മനസ്സിലാക്കി പിടിക്കും ചെയ്യുന്നു. അപ്പൊ ഇതിനേക്കാൾ ശ്രേഷ്ഠം അതൊന്നും ഇല്ല എന്നാണ്. അറിവ് കിട്ടിയത് ഞാൻ ഇത് വിട്ട് അങ്ങോട്ടാ പോകാന്നാണ്. അപ്പൊ അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുത്ത് കിട്ടിയ അറിവാണ് ഈ അറിവ് നടത്താം. വഖാല അയ്ളൻ, വീണ്ടും അബുൽ ഖാസിം തങ്ങൾ പറയുന്നു, റളിയല്ലാഹു അൻഹു, മാ അഖദ്ന തസവ്വുഫ മിനൽ ഖീലി വൽ ഖാല, അവിടെ പറഞ്ഞു ഇവിടെ പറയപ്പെടുന്നു ഖാലും ഖീലും പറഞ്ഞിട്ടുള്ള അഭിപ്രായമുണ്ട്. അത്തരം കാലും തീരെ നിന്ന് പിടിച്ചെടുത്ത് മനസ്സിലാക്കിയതല്ല ഈ തസവുഫ് എന്ന് പറയുന്നത്. പിന്നെയോ അതെങ്ങനെ കിട്ടിയതാണ്? വലാക്കി നല്ലോണം വിശന്നിട്ടുണ്ട്. ഓ തെർക്കി ദുനിയാവിനെ വെടിഞ്ഞു. ഓ കതിൽ മഅലൂഫാത്തി, ഇണങ്ങിച്ചേർന്ന് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ മുറിച്ചു കളഞ്ഞു. ഓൽ മുസ്തഹ്സനാത്തി, നല്ലത് ഏതുണ്ടോ അതൊക്കെ കളഞ്ഞു. ഓ ഗസറത്തി ദിക്രില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലക്ക് നല്ലോണം ദിക്ർ അധികരിപ്പിച്ചു. അപ്പൊ അതായി ഫുറൂദി, അല്ലാഹു തആല ഫറളായി നിശ്ചയിച്ചതൊക്കെ എടുത്തു. അപ്പൊ വാജിബാത്തി, അള്ളാഹു തആല വാജിബാക്കിയതും എടുത്തു. അപ്പൊ സുന്നത്തി, അള്ളാന്റെ സുന്നത്തും എടുത്തു. വൽഇത്തിബാഇ ജമീഇ മാ അമറ ബിഹി, എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യം മുഴുവൻ ഞാൻ പിന്തുടർന്നു. വൽഇൻതിഹാഇ അൻ ജമീഇ മാ നഹാ അൻഹു, എന്തെല്ലാം കാര്യങ്ങളെ തൊട്ട് ശാരി വെടിഞ്ഞിട്ടുണ്ടോ അതിനെ തൊട്ടെല്ലാം ഞാൻ അറ്റമായി വെടിഞ്ഞു നിന്നു. ഇത്യാദി അധ്വാനങ്ങൾ കൊണ്ട് മാത്രം കിട്ടിയതാണ് ഈ തസവ്വുഫ്. അപ്പൊ നല്ലോണം വിശപ്പ് സഹിക്കണം, ഈ പ്രപഞ്ചം വെടിയണം, പ്രപഞ്ചത്തിൽ ഇണങ്ങിച്ചേർന്ന് എന്തെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ കുടുംബങ്ങളൊക്കെ കൂട്ടിയിരുന്നു, നല്ലതായി കാണുന്നതൊക്കെ ഒഴിവാക്കണം, അള്ളാഹ്ക്ക് ദിക്ർ നല്ലോണം ചെല്ലണം, പറന്നുകൾ വീട്ടണം, വാജിബാത്ത് എടുക്കണം, സുന്നത്ത് എടുക്കണം, കൽപ്പിക്ക ചെയ്തെല്ലാം കാരണം ചെയ്യാൻ പറഞ്ഞ അതൊക്കെ എടുക്കണം, വിരോധിക്കാൻ പറഞ്ഞതൊക്കെ വെടിയുമാണ്. ഇതെല്ലാം കൂടി വരുമ്പോഴേ തസവുഫ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ തസവുഫ് പഠിച്ചത്. അല്ലാതെ ഓരത് പറഞ്ഞു ഇവരെ പറഞ്ഞിട്ട് അതിനെടുത്തതല്ല എന്നാണ് അബുൽ ഖാസിം തങ്ങൾ പറയുന്നത്. പൊറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത്, അന്നൻ നജീബ് ബിൻ നജീബ്, നജീബിന്റെ മകൻ നജീബ് എന്ന് പറയുന്ന ആള് അഥവാ അബൽ മഅാദ് എന്ന് പറയുന്ന ആള് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ, കാന യുദദ്ദിസു യൗമൽ മസ്ജിദ് ബഅദ സ്വലാത്തി സുബ്ഹി, ഒരിക്കൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് മൂപ്പരിങ്ങനെ ദർസ് നടത്തിയിരുന്നു. അങ്ങനെ ദർസ് നടത്തിയപ്പോൾ എന്തുണ്ടായി അറിയും, സൂഫിയാക്കൾപ്പെട്ട ഷെയ്ഖന്മാരിൽ ഒരു ഷെയ്ഖായി അങ്ങനെ പോയി. അപ്പൊ മഅഹു, ആ ഷെയ്ഖിന്റെ കൂടെയുണ്ട് അസ്ഹാബുവും മൂപ്പർ ശിഷ്യന്മാരുണ്ട്. അവരാരാണ്? ഒരു ഫുഖറായ സാധുക്കളാണ്. അപ്പൊ ഷെയ്ഖും ശിഷ്യന്മാരും ഇങ്ങനെ പോയി. മവാദി, എന്തോ ചില സ്ഥലങ്ങളിലേക്ക് ചില സദ്യകളിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ പോയതാണ്. ഇങ്ങനെ പോണ കണ്ടപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ നജീബ് എന്ന് പറയുന്ന മഹാൻ കാല ഇമാമുൽ ഹറമൈൻ ഫി നഫ്സിഹി, പുറത്തേക്കൊന്നും പറഞ്ഞില്ല, തന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. ആർക്കും പേരാൽ അങ്ങനെ ഉണ്ടാവാൻ സ്വാഭാവികമായിട്ടും തന്റെ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചു പറഞ്ഞത്, മാ സഹല ആകുല, ഈ കൂട്ടക്കാർക്ക് ജോലിയില്ല,
ഇല്ലൽ അഖില വശുർബ വർറക്സ, ആട പാട തിന്ന കുടിക്കുക, ഇതല്ലാതെ മറ്റൊരു ജോലി ഒന്നും ഇവർക്കില്ലേ, ഇതന്നെ ഉള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞു പോയി. അങ്ങനെ ഷേഖും കൂട്ടർ പോയിക്കണല്ലോ, മനസ്സിലൂടെ ഇമാമുൽ അറബിന് പറഞ്ഞും ചെയ്തു. ഫലംമാറ ഷേഖു മിനദ്ദഅവത്തി, ക്ഷണൊക്കെ കഴിഞ്ഞു, സദ്യകളൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ ഷേഖ് വന്നപ്പോ മെറ അലിഹി, ഇമാം അറബിയുടെ അരികെ കൂടി തന്നെയാണ് ഷേഖ് പോയത്. എന്നിട്ട് വക്കാല യാ ഫഖീഹു, അപ്പൊ പിന്നെ ഈ ഷേഖ് വിളിക്കുക, ഏ ഫഖീഹ് പണ്ഡിതനായെന്ന് വിളിച്ചു. മാ തഖൂലു ഫീമൻ യുസല്ലി സുബ്ഹ വഹുവ ജുനുബുൻ വയഖഉദു ഫിൽ മസ്ജിദി വയുദർരിസുൽ ഉലൂമ വയഗ്താബു നാസ. എന്താ അർത്ഥം? ഇമാമുൽ അറബിയുടെ അനുഭവമാണ് പറഞ്ഞത്. ഇമാമുൽ അറബിനെ വിളിച്ചിട്ട് യാ ഫഖീഹ് പണ്ഡിത, സുബൈ നിസ്കരിച്ചു ഒരാള്, അയാൾക്ക് ജനാബത്തുണ്ട്, കുളിച്ചിട്ടില്ല, അയാൾ പള്ളിയിൽ തന്നെ ഇങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞ് ഇരിക്കണ്, എന്നിട്ട് വിജ്ഞാനമൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഇവന്റെ അവസ്ഥ ഒന്ന് പറയാമോ ചോദിച്ചു. എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഇമാമുൽ അറബീനി, അപ്പോഴാണ് ഇമാമുൽ അറബീനി ഓർത്തത് അന്നവുക്കാന അലി ഹുസ്ൻ, മൂപ്പരിക്കൊരു അശുദ്ധിയുടെ ഗുളി ഉണ്ടായത് ഓർമ്മ വന്നു. എന്നുണ്ട്, ഇതാണ് അള്ളാന്റെ ഔലിയാക്കൾ. പണ്ഡിതന്മാരായി എന്നതിനെ കൊണ്ട് ഔലിയാക്കൾ തിരിഞ്ഞുള്ളതില്ല. അതാണല്ലോ ഇമാമുൽ അറബീനിയുടെയും ഈ ബാദു ഷെയ്ഖിന്റെയും കഥയോടെ പഠിപ്പിക്കുന്നത്. ആ ഷെയ്ഖ് ഉന്നതനാണ്. പിന്നീട് ഇമാമുൽ അറബീനിക്ക് പിന്നെ മനസ്സിലായത് ഈ കാര്യം പറഞ്ഞപ്പോ. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സുമ്മ ഹസന ഇത്തിഖാദു ബഅദ ദാലിക സൂഫിയത്തി, ഈ സംഭവത്തിന് ശേഷം പിന്നെ ഇമാമുൽ ഹറമൈനി സൂഫിയാക്കളെ പറ്റിയുള്ള വിശ്വാസത്തിൽ വളരെ നല്ലതായ വിശ്വാസമാണ് പുലർത്തിയിരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും മഹാന്മാര്. അതങ്ങനെ ഒരു കഥ. ഉറവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നൽ ഇമാമ അഹമ്മദ റളിയല്ലാഹു അൻഹു, നിശ്ചയം ഇമാം അഹമ്മദ് തങ്ങള് കാന മഹാനവറുകളായിരുന്നു, മഅ ജലാലത്ത് ഖദ്രിഹി, മഹാനവറുകളുടെ സ്ഥാനമാനങ്ങൾ ഉയർന്നതോടുകൂടി തന്നെ, വളർമയുള്ളതോടുകൂടി തന്നെ, ഉന്നതനായതോടുകൂടി തന്നെ മഹാനവറുകൾ യുഗ്സിറു തറദ്ദുദ ഇലാ ബഅദി സൂഫിയത്തി അൽ ആരിഫീന, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന സൂഫിയാക്കളുണ്ട്. അത്തരം സൂഫിയാക്കളുടെ അടുത്തേക്ക് പോയി വരിക, എപ്പോഴും പോയി വരിക എന്നുള്ളത് വല്ലാതെ പതിവാക്കിയ ഒരാളായിരുന്നു, നല്ലോണം പോയിരുന്നു എന്നർത്ഥം. ഫഖീല ലഹു, അങ്ങനെ ഇമാം അഹമ്മദ് റളിയല്ലാഹു ചോദിക്കപ്പെടുകയുണ്ടായി, നിങ്ങൾ ഈ ഷെയ്ഖിന്റെ അടുത്ത് ഇങ്ങനെ വല്ലാതെ പോണുണ്ടല്ലോ, നിങ്ങൾ ആ ഷെയ്ഖിന്റെ അടുത്ത് കുറച്ച് ഇൽമൊക്കെ പഠിച്ചിട്ട് അയാൾ പറഞ്ഞു തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പോകുന്നതെന്ന് ചോദിച്ചു. ആർക്കും ചോദിക്കാലോ, കാര്യം ഇവിടെ ഷെയ്ഖിനെ ചെല്ലുമ്പോ പുറത്തേക്കുന്ന ആൾ ചോദിക്കും, നിങ്ങൾ പാടെ പോയത് ഇനിയല്ലേ, എന്തിനാ പോയതൊക്കെ ചോദിക്കുമല്ലോ. എന്നാ നിങ്ങൾ പോയത് ഇപ്പൊ ഇതിനാണ്, ഇങ്ങനെ റിവാത്ത് ചെയ്യാൻ വേണ്ടി കുറെ ഇൽമ ഇട്ടിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതെന്ന് ചോദിച്ചു. ഇപ്പൊ കാലം അപ്പൊ ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ചോദ്യകർത്താവിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ ഷെയ്ഖിന്റെ അടുത്ത് കാര്യത്തിന്റെ ഹെഡ് ഉണ്ട്, മൂലധനുണ്ട് എന്ന് പറഞ്ഞാൽ തഖ്വല്ലാഹ്, അള്ളാഹിനെ കുറിച്ച് പേടിക്കുന്നതിൽ അയാൾക്കുണ്ട്, അത് മുത്തഖിയാണ്. അതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് പോണത്. തഖ്വയുള്ള ആളെ കൂടെ അല്ലേ കൂടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒക്കാല മൂപ്പര് പറഞ്ഞത് മഅരിഫത്തുള്ള, അള്ളാന്റെ മഅരിഫത്ത് അയാൾക്കുണ്ട്, ഇങ്ങനെ പറയാം. ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ സൂഫിയാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സൂഫിയാക്കളെ വല്ലാതെ മനസ്സിൽ തെറ്റായ ധാരണ വന്നപ്പോ അത് സൂഫിയാക്കൾ ഈ പണ്ഡിതന്മാർക്ക് തിരുത്തി കൊടുക്കുകയും പണ്ഡിതന്മാരത് മനസ്സിലാക്കി സൂഫിയാക്കളെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം തന്നെയാണ് ലമ്മ സുഖിയ ബിസൂഫിയത്തി ഇലാ ബഅദിൽ ഖുലഫാ, ചില ഭരണാധിപന്മാരുടെ അടുത്തേക്ക് സൂഫിയാക്കളെ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അമറ ബി ഗർബി റിഖാബിയും, ആ സൂഫിയാക്കളുടെ പെരടി വെട്ടണം എന്നതുകൊണ്ട് ഈ ഭരണാധിപൻ എന്തായി ആജ്ഞാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അത്തരം കൂട്ടത്തിൽപ്പെട്ടവരാണ് അമ്മാൽ ജുനൈദ്. അപ്പൊ ജുനൈദ് എന്ന് പറയുന്നവൻ പിന്നെ സൂഫി ഫതസത്തറ ബിൽ ഫിഖ്, അയാൾ ഫിഖ് അറിയുന്ന ഒരാളായിരുന്നു. ആ ഫിഖ് കൊണ്ട് അയാൾ സുരക്ഷിതമായി മാറി, അയാൾ രക്ഷപ്പെട്ടു. കാരണം അയാൾക്ക് നല്ല ഫിഖ് അറിവുണ്ട്. അപ്പൊ പിന്നെ അയാളെ കൊല്ലേണ്ട ആവശ്യമില്ല. ഫിഖ് അറിഞ്ഞ ബുഖാരി ഇവക്ക് കുഴപ്പമല്ല. കാരണം യുക്തി അല മദ്ഹബി അബീ സൗർ, അബീ സൗറിന്റെ മദ്ഹബ് അനുസരിച്ചു കൊണ്ടായിരുന്നു
ഈ ജുനൈദ് എന്നവര് ഫത്വ കൊടുത്തിരുന്ന ആ ബാക്കിയുള്ളവരാണ് അമ്മ ഷിഹാബ്, റക്കാം, സൗരി, ഇത്തരം ആളുകളൊക്കെ ഉണ്ട്. ഇവരെ കബലാലിൻ അവരുടെ മേലില് ഖലീഫ പിടിച്ചു വെച്ചു. എന്നിട്ടോ പെരടി വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിരിയുണ്ട്, തോലിന്റെ ഒരു വിരി, അതാണ് വിരിച്ചു. ഇത് നിർബി ഖാദിയും അവർക്കുള്ള പെരടി വെട്ടാൻ വേണ്ടിയിട്ട് വിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി പെരടി വെട്ടാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തഖദ്ദമ ഷെയ്ഖ് അൽ ആരിഫ് ബില്ലാ അബുൽ ഹുസൈൻ നൂരി എന്ന് പറയുന്ന മഹാൻ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നപ്പോ ഫഖാലഹു സയ്യാബ്, ഈ പെരടി വെട്ടാൻ വേണ്ടി വാള് പിടിച്ച് കാത്തിരിക്കുന്ന ആരാച്ചാരൻ ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ തങ്ങളോട് പറഞ്ഞു, ആ തദിരി ലിമാദ തബാദറ, നിനക്കറിയോ നീ എന്തിന് കാര്യത്തിന് വേണ്ടി ഇവിടെ വേഗത്തിൽ വന്നിക്കണ്, അതിവേഗത്തിൽ കുതിച്ചു പോഞ്ഞിവിടെ വന്നിക്കണോ, അത് താങ്കൾക്കറിയോ എന്ന് ചോദിച്ചു. അബുൽ ഹുസൈൻ തങ്ങൾ കൂളായിട്ട് പറഞ്ഞു, എന്താ പ്രശ്നം, എനിക്കറിയാലോ, നിങ്ങൾ എന്തായാലും പെരടി വെട്ടാൻ വേണ്ടി പോവല്ലേ, അതെന്നെ അറിഞ്ഞു വന്നതാണ് പറഞ്ഞു. അപ്പൊ പിന്നെ ആരാച്ചാറ് ചോദിക്കാണ്, അമ്മായി അജിരുക്ക, എന്താ താങ്കളെ ഇങ്ങോട്ട് അതിവേഗത്തിൽ വരുത്തിയത്, അതിന്റെ കാരണം ഒന്ന് മനസ്സിലാവുള്ള എന്താണ് ചോദിച്ചു. അപ്പൊ അബുൽ ഹുസൈൻ തങ്ങൾ പറയാണ്, എന്താ അറിയോ, ഊസിറു അസ്ഹാബി ബിഹയാത്തി സാഅത്തിൻ, ഒരു സ്വല്പ സമയം ജീവിക്കൽ കൊണ്ട് എന്റെ അണികളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഊസിറു അസ്ഹാബി ബിഹയാത്തിൻ സാഅത്തൻ, അല്ലെങ്കിൽ ബിഹയാത്തി സാഅത്തിൻ, സ്വല്പം ഒന്ന് എന്ത് വേണം, ഒരു ജീവിക്കണോടെ, അങ്ങനെ ജീവിക്കൽ കൊണ്ട് ഞാൻ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അബുൽ ഹുസൈൻ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞു. ഇത് പറയുന്നതോടുകൂടി സയ്യാബു, അപ്പൊ പിന്നെ പെരടി വെട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കയ്യിലെ വാള് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആള് പരിഭ്രമിച്ചു പോയി. അൻഹൽ അംറ ഇല ഖലീഫത്തി, കാര്യം ഗൗരവമാണ്, പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വാള് പിടിച്ച അഥവാ ആരാച്ചാറ കൊല്ലുന്ന വ്യക്തി ഖലീഫയിലേക്ക് കാര്യങ്ങൾ അറ്റമാക്കി കൊടുത്തു. ഖലീഫയിലേക്ക് കാര്യം എത്തിയപ്പോ ഖലീഫത്തു, ഖലീഫ ആകെ അന്തം വിട്ടു. എന്താ ഇത് കഥ, പെരടി വെട്ടാൻ പോയിട്ട് അവസാനം ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. മാത്രമല്ല ഒമൻ ഹിന്ദുമിന്ദാരിക്ക, ഇത്തരം കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഖലീഫ മാത്രമല്ല അവിടെ കൂടിയ ആൾക്കാർ എല്ലാവരും എന്തായി അന്തം വിട്ടുപോയി. അപ്പൊ കാലി എന്തു ഖലീഫന്റെ കാലിന്റെ അടുത്ത് ഖലീഫന്റെ അടുത്തുണ്ടായിരുന്നു. അയാൾ ബസ്തൽ ഖലീഫത്ത, അയാൾ ഖലീഫയോട് സമ്മതം തേടി, ഈ പറഞ്ഞ ആളുകളിലേക്ക് സൂഫിയാക്കിലേക്ക് ഒന്ന് പോണം, അങ്ങ് അനുമതിക്കുമോ എന്ന് ഖലീഫയോട് അനുമതി തേടി. എന്തിന് ഈ അഭ്യാസമാകും, അവരോടുകൂടെ ചർച്ച നടത്തണം, ഹാലും അവരുടെ അവസ്ഥ എന്താന്ന് പരിശോധിക്കണം, അതിനു വേണ്ടിയിട്ട് ഒന്ന് എന്നെ വിടുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഖലീഫത്തു വിദാലിക്ക, ആയിക്കോട്ടെ ആ വിഷയത്തിൽ അനുമതി ഖലീഫ കൊടുത്തു, പോയിക്കോളിങ് കാതേരി എന്ന് പറഞ്ഞു. അങ്ങനെ ഖാദിയാർ ഈ പറയുന്ന സൂഫിയകളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഖാദി പറയാം, യഖ്റുജു ഇലയ്യ വാഹിദുൻ മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ എന്റെ അടുത്തേക്ക് വരട്ടെ, അത്ത അബ്അസമഹു, ഞാൻ അയാളോട് കൂടെ ചർച്ച ചെയ്യട്ടെ, എല്ലാരും വേണ്ട, ഒരാൾ വന്നാൽ മതി, ഖാദി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഖറജയിലെ അബുൽ ഹുസൈൻ നൂരി, അപ്പൊ അബുൽ ഹുസൈൻ നൂരി തങ്ങളാണ് ഈ ഖാദിയുടെ അടുത്തേക്ക് ചെന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ അൽക്കാലയിൽ ഖാദിയര് കുറെ മസായില ഫിഖ്ഹിയൻ, ഒരു ഫിഖ്ഹിയായ ഒരുപാട് മസാല ഈ പറയുന്ന അബുൽ ഹുസൈൻ നൂരി തങ്ങളുടെ അടുത്ത് ഇട്ടുകൊടുത്തു. ഫൽസഫത അൻ യമീനി, അപ്പൊ അബുൽ ഹുസൈൻ നൂരി തങ്ങൾ വലത്തോട്ടും തിരിഞ്ഞു നോക്കി. സുമ്മൽത്തഫത്ത അൻ യസാരി, പിന്നെ ഇടത്തോട്ടും തിരിഞ്ഞു, മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. സുമ്മ അത്രക്ക സാഹത്തൻ, പിന്നെ കുറച്ചു നേരം തല താഴ്ച ഇങ്ങനെ ഇരുന്നു. സുമ്മ അജാബു അനിൽക്കുല്ലി, പിന്നെ ഈ ഖാദിയർ ചോദിച്ച സർവ വിക്കിന്റെ മസ്തന് തുരാങ്ങോട്ട് കൊടുത്തു. മാലപ്പടക്കത്തിന് തീ കൊളച്ചന്മാരിങ്ങനെ ടെട്ടെട്ടി പൊട്ടിച്ചാൽ കൊടുത്തു. ആര്? അബുൽ ഹുസൈൻ നൂരി തങ്ങൾ ഈ ഖാദിയർക്ക് അങ്ങനെ കൊടുത്തു, മറുപടി അങ്ങനെ കൊടുത്തു. തുമ്മ ജാലു, അങ്ങനെ മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ പോയ ബാധു എന്ന് പറഞ്ഞിട്ട് പറയാണ്, വിഷയം പറയാനുള്ള മറുപടി കൊടുക്കണല്ലോ. തുമ്മ ജാല യഖൂലു അതായത്, പിന്നെ മൂപ്പര് അങ്ങനെ പറയും, എന്ത് പറയുന്നു, فإن لله عبادا إذا أقاموا بالله وإذا نطقوا بالله ആണ് പറഞ്ഞു. فإن لله عبادا, നിശ്ചയമായിട്ടും അല്ലാഹു തആലക്ക് അടിയങ്ങളുണ്ട്.
അങ്ങനത്തെ അടിയങ്ങൾ അറിയാമോ? ഇതാ ഖാമുബില്ല, അവർ അള്ളാനെ കൊണ്ട് നിൽക്കുകയാണ് എങ്കിൽ, വൈദാനത്തഖു, അവർ സംസാരിക്കുകയുമാണ് എങ്കിൽ, നത്തഖുബില്ല, അവർ അള്ളാനെ കൊണ്ട് സംസാരിക്കുള്ളൂ, അള്ളാനെ കൊണ്ടേ നിൽക്കുള്ളൂ. ഇങ്ങനെയുള്ള കുറെ അടിയങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് സറദ കലാമം കസീർ, ഒരുപാട് പറഞ്ഞു കൊടുത്തു. അബുൽ ഹുസൈൻ ഊരി തങ്ങൾ ഈ കാതിയായിട്ട് പറഞ്ഞു കൊടുത്തപ്പോ അബുക്കൽ കാതിർക്ക് ഇവരുണ്ടല്ലോ, കാതിര് കരഞ്ഞുപോയി. അപ്പൊ അബുക്കൽ കാതി ആ കാതിരെ ഉപരി കരയിപ്പിച്ചു. സുമ്മ സഅലുൽ കാതി, പിന്നെ കാതിയോട് ചോദിച്ചു. ആരോട്? അബുൽ ഹുസൈൻ തങ്ങളോട് ചോദിക്കുകയാണ്. അനിൽ സിഫാത്തിഹി, നിങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിഞ്ഞല്ലോ, ഇവിടെ ഇങ്ങനെ താല താറ്റിയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ അബുൽ ഹുസൈൻ ഊരി പറയാണ്, സഅൽതനി ഖാദിറെ, നിങ്ങൾ എന്നോട് ചോദിച്ചു, അൽ മസായില, ചില മസാലകളാണ് നിങ്ങളോട് ചോദിച്ചത്. വല ഇലമു ലഹ ജവാബൻ, ആ മസാലക്കൊന്നൊരു മറുപടി എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫസഅൽതു അൻഹ സാഹിബൽ യമീൻ, അപ്പൊ എന്റെ വലതുഭാഗത്തുള്ള ആളോട് ആ മസാലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫഖാല ലാ ഇൽമ ലി, അയാൾ പറഞ്ഞത് എനിക്കതിനെ പറ്റി അറിവില്ല എന്നാണ്. സുമ്മ സഅൽതു അൻഹ സാഹിബ ഷിമാൽ, അപ്പൊ ഈ അടുത്ത ഭാഗത്തുള്ള ആളോട് ഞാൻ ചോദിച്ചതിനെ പറ്റി ഫഖാല ലാ ഇൽമ ലി, അടുത്തുള്ള ആളും പറഞ്ഞത് അങ്ങനത്തെ എനിക്കതിനെ പറ്റി അറിവില്ല എന്ന് പറഞ്ഞു. സുമ്മ സഅൽതു ഖൽബി, അപ്പൊ രണ്ടും ഞാൻ വിട്ടു. പിന്നെ ഞാൻ ഹൃദയത്തിലേക്ക് നോക്കി, എന്റെ ഖൽബിനോട് ഞാൻ ചോദിച്ചു, അതാണ് തല താഴ്ത്തിയത്. ഫഅഖ്ബറനി അൻ റബ്ബി, അപ്പൊ എന്റെ റബ്ബിനെ തൊട്ട് ഈ ഖൽബ് ഇങ്ങനെ എനിക്ക് പറഞ്ഞു. അത് ഫഅജബതുക ബിദാലിക, അതുകൊണ്ടാണ് താങ്കൾക്ക് ഞാൻ ഉത്തരം തന്നത് എന്ന് പറഞ്ഞു. ഈ വിഷയം അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഫഅർസല ഖാദി ഇലൽ ഖലീഫ, ഖലീഫന്റെ അടുത്ത് ഖാദിർ മടങ്ങിപ്പോയി. യഖൂലു, ഈ ഖാദി ആര് ഖലീഫോട് പറയുന്നുണ്ട്, എന്ത്? ഇൻകാന ഹഉലാഇ സനാദിഖത്തൻ, ഈ കൂട്ടർ സനാദിഖത്താണെങ്കിൽ, ഇവര് കപടന്മാരാണെന്ന് വെച്ചോ എങ്കിൽ, ഫലൈസ അലാ വജ്ഹിൽ അർളി മുസ്ലിമുൻ, ഭൂമി ലോകത്തിന്റെ ഒരു മുസ്ലിം എന്നല്ല. അപ്പൊ എന്തായ അർത്ഥം? ഇവർ യഥാർത്ഥ മുസ്ലിങ്ങളാണ് എന്ന് ഖാദിർക്ക് ബോധ്യമായി. ഇനി സൂഫികളെ കൊല്ലാൻ പറ്റുമോ? ഖലീഫയെ അതിൽ പിന്തിരിച്ചു. ആരാണത്? അബുൽ ഹുസൈൻ തങ്ങൾ എന്ന് പറയുന്ന ആരിഫാണ്. മഹാനവർ കൊടുത്ത മറുപടി കൊണ്ട് ഖലീഫയും ഖാദിയാരും ബലം പരിശായി സൂഫിയാക്കൾ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ സൂഫിയാക്കൾ കളിച്ചൊരാരും ജയിച്ചിട്ടില്ല എന്നർത്ഥം. സൂഫിയാക്കൾ സൂഫിയായിരിക്കും. അപ്രകാരം തന്നെ യമൻ രാജ്യത്തുള്ള പണ്ഡിതന്മാരെപ്പെട്ടൊരു സംഘം പോയി ചെന്നു. ആളുടെ അടുത്തേക്ക് ഇല ഷെയ്ഖുൽ കബീർ ബഹ്റുൽ ഹഖായിഖി വ മൂലിഖുൽ ദഖായിഖി അൽ ആരിഫില്ലാഹി തആല അബിൽ വൈസ് ബിൻ ജമീൽ ഖദ്ദസല്ലാഹു റൂഹഹു വനവ്വറ വരീഹഹു വനഫഅനാ വൽ മുസ്ലിമീന ബിബറകതിഹി. ഈ മഹാനടുത്തേക്ക് ചെന്നത് ആരാ? മഹാൻ വലിയ ഷെയ്ഖാണ്. ബഹ്റുൽ ഹഖായിഖ്, ഹഖീഖത്തുകളൊക്കെ ഹഖീഖത്തിനെ സംബന്ധിച്ച സമുദ്രമാണ്. മൂലിഖുൽ ദഖായിഖ്, ആർക്കും തിരിയാത്ത നിഗൂഢതകൾ മുഴുവനും എല്ലാം ലഭ്യമാക്കി വെളിവാക്കി തരുന്നവരാണ്. അള്ളാഹിനെ കൊണ്ട് അറിയുന്നവരാണ് മൂപ്പര്. അങ്ങനത്തെ ആളുടെ അടുത്തേക്കാണ് യമനിൽപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു സംഘം ചെന്നത്. യംതഹിനൂനഹു ഫീ ഷൈഇൻ, ഒരു കാര്യം പോലെ കയ്യിലുണ്ട്, അതിലിട്ടുകൊണ്ട് ആ മഹാനെന്ന് പരീക്ഷ നടത്താൻ വേണ്ടി പണ്ഡിതന്മാർ പോയത്. ഫലമ്മാ ദനൗ മിൻഹു, ആ ഷെയ്ഖിനോട് ഈ ജമാഅത്ത് അടുത്തപ്പോൾ ഖാല മർഹബൻ ബി അബീദി അബ്ദി, എന്നങ്ങോട്ട് എന്തായി സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ? മർഹബൻ ബി അബീദി അബ്ദി, എന്റെ അടിമയുടെ അടിമകളെ എന്ന് പറഞ്ഞും കൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത്. അയിമത്തന്നെ പൊട്ടി. ഫസ്തഅലമുദാലിക, ഇത് കേട്ടപ്പോൾ ഈ സംഘത്തിന് വല്ലാത്തൊരു അത്ഭുതം, അവിടുന്ന് വല്ലാതൊരു ഗൗരവമായി കണ്ടു. അങ്ങനെ ഫലഖൗ ശൈഖത്ത് ത്വരീഖൈനി, രണ്ട് ത്വരീഖിന്റെ ഷെയ്ഖിനെ അവർ കണ്ടുമുട്ടി. ഇമാമുൽ ഫരീഖൈനി, രണ്ട് പാർട്ടിയുടെ ഇമാമിനെയും കണ്ടുമുട്ടി. അഥവാ അൽ ഫഖീഹ് അൽ ആലിം അൽ ആരിഫ് ബില്ലാഹ് അബൂ ദബീഹ് ഇസ്മാഈൽ ബിൻ മുഹമ്മദ് ഹദ്റമി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി എന്ന് മഹാനാണ് മൂപ്പർ. ആ മഹാനെ കണ്ടുമുട്ടിയവർ
എന്നിട്ട് അഖ്ബറുഹു ഈ മഹാനോട് ആരോട് അബദ്ദബീഹിനോട് അവര് പറഞ്ഞു ബിമാ ഖാലഹു ശൈഖ് അബുൽ ഖൈസ് അബു ഷെയ്ഖ് പറഞ്ഞ വാക്ക് ഇവിടെ ചെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ അപ്പൊ ഒരു ഷെയ്ഖിന് വാക്ക് കിട്ടി ആ വാക്ക് മറ്റു ഷെയ്ഖിന് പറഞ്ഞു കൊടുത്തു. അതായിക്ക ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുദബി ചിരിച്ചു. എന്നിട്ട് വക്കാല മഹാൻ പറഞ്ഞു ഇത് സ്വതക്ക മഹാൻ പറഞ്ഞ സത്യങ്ങളാണല്ലോ. അന്തും അബീദുൽ ഹവ എന്നല്ലേ പറഞ്ഞത്, വൽ ഹവ അബ്ദുഹു അല്ലേ, നിങ്ങളെ ഇച്ഛയുടെ അടിമകളാണ്. ഇച്ഛ എന്ന് പറയുന്നത് മൂപ്പരടിമയാണ്. ആ മൂപ്പരടിമയാണ് ഇച്ഛ. ആ ഇച്ഛക്കുള്ള അടിമകളായിട്ട് ചെന്ന് ശരി തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം പിന്നീട് മനസ്സിലായോ. അങ്ങനെ നോക്കാണ് ഷെയ്ഖ് അബ്ദുൽ ഖൈസ് അൽ മദ്കൂർ ഉമ്മിയൻ. എന്നാ ബഹുമാനപ്പെട്ടവരല്ലേ എഴുത്തുമായി അറിയുന്ന ആളൊന്നുമല്ല, ഉമ്മിയായിരുന്നു. മജ്ലിസുൽ ഫുഖറാ മൂപ്പര സദസ്സിൽ ഒരുപാട് സാധുക്കൾ വരാറുണ്ട്. ആർക്കും തിരിയാത്ത ദഖീഖായി കിടക്കുന്ന ചില മസ്അലകളുണ്ട്. അത്തരം മസ്അലകളെ കുറിച്ച് ഈ ഷെയ്ഖിനോട് ഈ സാധുക്കൾ ചോദിക്കാറുമുണ്ട്. ജീവും ഷെയ്ഖവറുകൾ ഇവർക്ക് മറുപടിയും കൊടുക്കും. ഇതാണ് ഷെയ്ഖിന്റെ ഷെയ്ഖ്. ഈ ഷെയ്ഖിനെ പരീക്ഷിക്കാൻ പോയി കൊടുങ്ങി. അപ്പൊ പരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെ എളുപ്പമുണ്ടാവും പരീക്ഷിക്കാൻ, അപകടത്തിൽ ചാടും. ഫക്കീറന്മാരോടുകൂടെ മശായിഖന്മാർക്കുണ്ട് ഹിക്കായാത്തിന് ഒരുപാട് ഉദ്ധരണികളുണ്ട്. യഫൂലു ദിക്റുഹ അവകൾ പറയുക ദീർഘമാവും. ഫസൻ അദ്കുർ ശൈഅൻ മിൻ ദാലിക എന്നിരുന്നാലും അവകളിൽ സ്വല്പം നമ്മൾ പറയും. ഇൻഷാ അല്ലാഹു തആല അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫി ഹിക്കായാത്തിൽ കിതാബ് ഹിക്കായാത്തിൽ കിതാബ് എന്ന സംഗതി വരും, അവിടെ ഉദ്ധരിക്കും ഇൻഷാ അല്ലാഹ്. നല്ല രസമുള്ള കഥകളാണല്ലോ. وقال الاستاذ الامام ابو القاسم القشيري رضي الله تعالى عنه മഹാനവറുകൾ പറഞ്ഞു ഈ റിസാലത്തിൽ മഷ്ഹൂറത്തി മൂപ്പര പ്രചാരമുള്ള റിസാലത്തുൽ ഖുശൈരി ആ കിതാബ് മറിച്ച് നോക്കിയാൽ കാണും എന്ത് അമ്മാ ബഅദു എന്ന് പറഞ്ഞിട്ട് കാണാം. വഖദ് ജഅല അല്ലാഹു ഹാദിഹി ത്വായിഫത ഈ സൂഫിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തെ അല്ലാഹു തആല ആക്കി എന്താക്കി സുഹബത ഔലിയാഇഹി അള്ളാന്റെ ഇഷ്ടക്കാരായ ഔലിയാക്കൾ തെളിച്ചമുള്ള ഔലിയാക്കളാക്കി മാറ്റി. വഫളലഹും അല്ലാഹു ഇവരെ ഉന്നതരാക്കി. അൽകാഫത്തി മിൻ ഇബാദിഹി അള്ളാന്റെ അടിയങ്ങളുണ്ടല്ലോ ആ അടിയങ്ങൾ മൊത്തത്തിനേക്കാളും ഉന്നതർ സൂഫിയാക്കളാണ്. ആർക്ക് ശേഷം? ബഅദ റസൂലിഹി അള്ളാന്റെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഉന്നതന്മാരായി നിൽക്കുന്ന ഈ സൂഫിയാക്കളാണ്. വഅംബിയാഇഹി സ്വലവാത്തുല്ലാഹി അലൈഹിം അജ്മഈൻ അള്ളാന്റെ അമ്പിയാക്കും മുസ്ലിം കഴിഞ്ഞാൽ ശേഷം ജഅല ഖുലൂബഹും ഈ സൂഫിയാക്കളുടെ ഹൃദയത്തെ അള്ളാഹ് എന്താക്കി മഅദിന അസ്റാരിഹി അള്ളാഹുവിന്റെ സർവ്വ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഗനികളാക്കി മാറ്റി. വഖതസഹും അള്ളാഹു അവരെ പ്രത്യേകമാക്കി തെരഞ്ഞെടുത്തു. മിൻ ബൈനിൽ ഉമ്മത്തി ഈ സമുദായത്തിൽ നിന്ന് എങ്ങനെ ഈ സമുദായത്തിൽ നിന്ന് അള്ളാഹു തആല പ്രത്യേകമായി ഇവരെ തെരഞ്ഞെടുത്തു. ബിതവാലി അൻവാരിഹി അള്ളാഹു തആലാന്റെ പ്രഭകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഉദിച്ചുകൊണ്ടിരിക്കുന്നു പ്രഭകൾ. ആ ഉദിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭകളെ കൊണ്ട് മഹാന്മാരെ മാത്രം തെരഞ്ഞെടുത്തു. സഫാഹും അള്ളാഹു അവരെ തെളിയിച്ചു. ഖദൂറാത്തിൽ ബസരിയ മനുഷ്യത്വം എന്ന് പറയുന്ന ആ കലർപ്പുകളുണ്ട്, അതൊക്കെ ശുദ്ധീകരിച്ചെടുത്തു. വറഖാഹും അള്ളാഹു തആല അവരെങ്ങനെ റഖാം കയറ്റി ഇലാ മജാരിൽ മുഷാഹദാത്തി നേർക്കുനേരെ കൽബുമായി ബന്ധപ്പെട്ട് കാണുക, കൽബിന്റെ കണ്ണുകൊണ്ട് കാണുക സാന്നിധ്യങ്ങൾ. ആ നേർ സാന്നിധ്യം എത്താൻ പറ്റുന്ന സ്റ്റാൻഡേർഡിലേക്ക് ഇവർ അള്ളാഹു തആല ഉയർത്തിക്കൊണ്ടുപോയി. ലിമാ തജല്ലലുഹും ലഖായിഖിൽ അഹദിയ അള്ളാഹു തആല ഏകനാണ്. ആ അഹദിയത്തിന്റെ ഹഖീഖത്തുകളെല്ലാം അവർക്ക് വെളിപ്പെട്ടപ്പോൾ അടിമകളായിരിക്കുക എന്ന മര്യാദകൾ കൊണ്ട് നിൽക്കുവാൻ അള്ളാഹു ഇവർക്ക് തൗഫീഖും നൽകിയപ്പോൾ അള്ളാഹു തആല അവരെ സന്നിഹിതരാക്കി. എവിടെ? മജാരിയ അഹ്കാമുർ റുബൂബിയ്യ റബ്ബിന്റെ തീരുമാനങ്ങളും വിധികളും നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് ഇവർ അള്ളാഹു തആല സന്നിഹിതരാക്കുകയും ചെയ്തപ്പോൾ ഇങ്ങനെല്ലാം അള്ളാഹു തആല ചെയ്തിട്ടുണ്ട്. കലാമിഹി ഈ പറഞ്ഞതെല്ലാം ബഹുമാനപ്പെട്ട ഖുശൈരി ഇമാമിന്റെ കലാമിൽപ്പെട്ട ചില വാക്യങ്ങളാണ്. സുമ്മക്കാല പിന്നെ ഖുശൈരി ഇമാം പറയുന്നു
ഈ ആഖിരി റിസാലത്തി റിസാലയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് എന്ത് വന്നാസ് ജനങ്ങള് ഇമ്മാ അസ്ഹാബുൻ നഖ്ലി വൽ അഹർ ഒരു പക്ഷേ ജനങ്ങളെല്ലാം പണ്ഡിതന്മാരെന്തായി ഉദ്ധരണികൾ പറയുന്ന ആൾക്കാരായിരിക്കാം, അവിടെ ഫലങ്ങൾ പറയുന്ന ആൾക്കാരായിരിക്കാം, സ്വന്തം ഒന്നും ഉണ്ടാവില്ല. വഇമ്മാ അർബാബുൽ അഖൽ വൽ ഫിക്ർ ഒന്നിരിക്കൽ ജനങ്ങളെ കൂട്ടത്തുനിന്ന് ഒരു പാർട്ടി ബുദ്ധിപരമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് ചിന്തകളാണ്. എന്നാൽ ഈ പറയുന്ന അർബാബിന്റെ വിവാദത്തിൽപ്പെട്ട ശേഖന്മാർ അവർ കേറിപ്പോയി അന്നാദിഹിൽ ജുംലത്തി ഈ പറയുന്ന കൂട്ടത്തെ വിട്ട് കേറിപ്പോയി. അങ്ങനെ പറയുന്നു അമ്മയല്ലതിരിന്നാസി അപ്പോൾ ജനങ്ങൾക്കുള്ളതായ ഒന്ന്, ആ ഒന്നെന്താണെന്ന് അറിയാമോ? എന്താ ജനങ്ങൾക്കുള്ളതായിരിക്കുന്ന ഒന്ന്, അത് വൈബാണ്, ജനങ്ങൾക്ക് തിരിയില്ല, ഓൽക്കത് അദൃശ്യമാണ്. എന്നാൽ പലഹും നുഹൂർ ഈ സൂഫിയാക്കൾക്ക് അത് ദൃശ്യമാണ്. അമ്മല്ലതിന് ഖൽഖുൽ മആരിഫി മഖ്സൂദൻ മാരിഫയുടെ കൂട്ടത്തിൽ നിന്ന് അറിവിന്റെ കൂട്ടത്തിൽ നിന്ന് സൃഷ്ടികൾക്കുള്ളത് മഖ്സൂദുള്ള ഉദ്ദേശമുള്ളൂ. എന്നാലോ പലഹും ഇവർക്കുള്ളത് ഹഖ് സുബ്ഹാനഹു പടച്ച റബ്ബിന്റെ ഭാഗത്തുനിന്ന് മൗജൂദിനെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഉദ്ദേശമുള്ളൂ, കിട്ടലില്ല. ബഹും അഹ്ലുൽ വിസാലി അപ്പോൾ ഇവരെല്ലാം അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്ന കൂട്ടരാണ്. വന്നാസു ജനങ്ങളോ അഹ്ലുൽ ഇസ്തിദ്ലാലി ജനങ്ങൾ ലക്ഷ്യം തേടി നടക്കുന്നവരാണ്. സൂഫിയാക്കിന് ലക്ഷ്യം അവിടെ നേരെ നിർത്തിക്കഴിഞ്ഞു. ബഹും ഈ സൂഫിയാക്കൾക്ക് കായിലു ഒരു പാട്ടുകാരൻ പാടിയതുപോലെയാണ് എന്ത് ലൈലി ബിവജ്ഹിക മുശ്രിഖുൻ وظلامه بالناس ساري والناس في سدر الظلام ونحن في ضوء النهار ലൈലി എന്റെ രാത്രി ബിവജ്ഹിക നിന്റെ മുഖം കൊണ്ടതാ എന്റെ രാത്രി മുസ്ലിക്കുന്നതാ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. വളുലാമുഹു ബിന്നാസി സാരി ജനങ്ങളിൽ അതെന്താ അതിൻ്റെതായിരിക്കുന്ന ഇരുളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇരുട്ടിലാണ്, അള്ളാന്റെ ഔലിയാക്കളോ തെളിച്ചത്തിലാണ്. ജനങ്ങളെല്ലാം ഇരുളാകുന്ന ചപ്പിലടക്കപ്പെട്ടിരിക്കുകയാണ്, നമ്മളോ പകലിന്റെ പ്രഭയിലുമാണ്. ഇതാണ് അള്ളാന്റെ മഹാന്മാരും അല്ലാത്ത തമ്മിലുള്ള മാറ്റം.